ഞാൻ എൻ്റെ കോളേജിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ ഞാൻ കണ്ടിരുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ തോളിലൊരു മൈക്ക് ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ അവസാനിപ്പിക്കാൻ ഒത്തിരിയേറെ സമയമെടുക്കും. ആദ്യമൊക്കെ ഞങ്ങൾ വിചാരിച്ചു എന്തിന് ഇത്ര നേരം സംസാരിക്കുന്നു. പിന്നീട് ഓരോ സമയത്തും സാറ് ക്ലാസ്സിൽ വരികയും സാറ് ഇപ്പോഴും ഞാനൊരു BEd വിദ്യാർത്ഥിനിയാണ്. എൻ്റെ കൂടെ പഠിക്കുന്ന സുഹൃത്തുക്കളും എൻ്റെ ജൂനിയേഴ്സും ഇവിടെയുണ്ട്. ഞങ്ങളെ സാറ് കാണുന്നത് ഇപ്പോഴും ഏറ്റവും ചെറിയ മക്കളായിട്ടാണ്. സാറ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ സാറിൻ്റെ കയ്യിലുള്ള ടീച്ചിങ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ടീച്ചിങ് എയ്ഡ്സ് എന്ന് ഞങ്ങൾ പറയും. സാറ് ഇപ്പോഴും ഈ ചാർട്ട് പോലെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിങ്ങനെ മറച്ച് പഠിപ്പിക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സാർ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, സുഹൃത, ഞാനിങ്ങനെ ഒരു പുസ്തകം എഴുതുന്നുണ്ട്. തന്നോളം തൻ്റെ വിദ്യാർത്ഥികളെയും ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ് സനൽകുമാർ സാർ എന്ന് എൻ്റെ ഹൃദയത്തിൽ തൊട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഞാൻ ആ കോളേജിൽ വന്ന സമയത്ത് അദ്ദേഹമാണ് ഞങ്ങളെ കൊണ്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തിച്ചത്. അന്ന് സാർ ഞങ്ങളോട് ചോദിച്ച പല കാര്യങ്ങളും ഇന്ന് എൻ്റെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്ത് വരുമ്പോൾ അദ്ദേഹത്തെ എൻ്റെ ഗുരുനാഥന്മാരിൽ ഒരാളായി കിട്ടിയതിൽ ഏറ്റവും അഭിമാനം കൊള്ളുന്നൊരു വിദ്യാർത്ഥി ആയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ പുസ്തകത്തെപ്പറ്റി സാർ എന്നോട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ സാർ എന്നോട് പറഞ്ഞിരുന്നത് ഇതിൻ്റെ ലോഞ്ചിൻ്റെ ആങ്കറിങ് സുഹൃത ചെയ്യണം എന്നാണ്. അതോടൊപ്പം സാർക്ക് എനിക്ക് തോന്നുന്നു സാർ ആ കോളേജിൽ സംസാരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഞാൻ. സാർക്ക് എന്നും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു ദിവസം സാറിൻ്റെ ക്ലാസ്സിൽ ഞാൻ ഇരുന്നപ്പോൾ സാർ ഇങ്ങനെ എൻഡ്ലെസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് സാറ് എവിടെയെങ്കിലും നിർത്തുമ്പോൾ ഞങ്ങളോട് പറയും, മക്കളെ ഒരു പൂ വിരിയാനുള്ള സാവകാശം നിങ്ങൾ കൊടുക്കൂ, എന്നതിന് ശേഷം നമുക്കിത് നിർത്താം. പക്ഷേ പൂ വിരിഞ്ഞ് വാടിപ്പോയാലും സാർക്ക് പറയാൻ ഒരുപാടാണ്. കാരണം ഹീ ഈസ് എ മാൻ ഓഫ് വിസ്ഡം, ഹീ ഈസ് എ മാൻ ഓഫ് നോളജ്. സോ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു വ്യക്തിത്വം നമ്മൾക്ക് വേണ്ടി ഇത്രയും കാലം ഇരുന്ന് ഒരു പുസ്തകം എഴുതുന്നു എന്നുള്ളതിൻ്റെ അപ്പുറം അദ്ദേഹത്തിൻ്റെ ആ എഫേർട്ട് എന്നുള്ളതിൻ്റെ അപ്പുറം ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കൂടെ ഈ നിമിഷം ബഹുമാനിക്കുകയാണ്. സാറിൻ്റെ മകനും മകളും ഭാര്യയും ഇവിടെ എത്തിച്ചേർന്നുണ്ട്. താങ്ക് യു സോ മച്ച് മാം ഫോർ ബീയിങ് ദേ ഫോർ ഹിം. Because of that, we could see such a work here today. And thank you, my dear brother and sister.